ഹരി ഓം ശിവായ നമ അഗസ്തേശ്വര. ഇന്ന് പറയാൻ പോകുന്നത്, ഈ സംഖ്യ എഴുതി നിങ്ങൾ വച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ എന്നും മഹാലക്ഷ്മി ആ വ്യക്തിയുടെ കൂടെ കാണും. ആ വ്യക്തിയെ വിട്ട് മഹാലക്ഷ്മി പോകുകയില്ല. മഹാലക്ഷ്മി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം എല്ലാവിധ സമ്പത്തും ഐശ്വര്യവും ദിവസവും ആ ലക്ഷ്മി കടാക്ഷം എന്ന് വെച്ചാൽ ധനസമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ഈ സംഖ്യ എഴുതി നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടത് ഒരു പേപ്പർ. ആ പേപ്പറിൽ നിങ്ങൾ പച്ച മഷി കൊണ്ട് ഞാനീ പറയുന്ന സംഖ്യ എഴുതണം. എഴുതി പണം ഒരു പ്രത്യേക രീതിയിലാണ് വെക്കേണ്ടത്. ഒരു മന്ത്രം ജപിച്ചു അത് പിടിക്കേണ്ടത് ഇങ്ങനെ പിടിക്കണം. അതുകൊണ്ടോ ഇങ്ങനെ പിടിച്ച് അതിനകത്ത് കാര്യമുണ്ട്. അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഇടത് കൈ കൊണ്ട് വെക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് പണം തേണ്ടി ഇങ്ങനെ പിടിച്ചൊരു മന്ത്രമുണ്ട്, അത് പറഞ്ഞുതരാം. ആ മന്ത്രം ജപിച്ചിട്ട് ഈ പേപ്പറിൽ ഒരു സംഖ്യ എഴുതി അതിൻ്റെ കൂടെ വെക്കുക. അത് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ എന്നും തുറന്ന് നോക്കരുത്. മാസത്തിലൊരു ദിവസം തുറന്നിട്ട് അതിലിരിക്കുന്ന പൈസ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് പുതിയ പണം വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പണം വയ്ക്കാം. അതിനകത്ത് തെറ്റില്ല. പിന്നെ അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് പണം എടുക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വിദ്യ നിങ്ങളത് ചെയ്ത് നോക്കുക, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഏത് സംഖ്യയാണ് എഴുതുന്നത്, അത് എങ്ങനെയാണ് എഴുതുന്നത്, അത് എങ്ങനെയാണ് അത് വയ്ക്കുന്നത്, ആ മന്ത്രം ഏതാണ്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല കാര്യമാണ്. അപ്പോൾ അത് വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. അതായത് നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നോക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, അറിയാമോ. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അത് ആവശ്യമുള്ളവർ ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ആവശ്യമുള്ളവർക്ക് ഞാൻ ആദ്യം പറയും. ഇപ്പോൾ ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, ലളിതമായ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നമ്മളിലൂടെ അതിലൂടെ പ്രയത്നിക്കുക കൂടെ ചെയ്യേണ്ടി വരും. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ പുതിയ ആളുകൾ കാണുമല്ലോ, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പം ഇനി വിഷയത്തിലേക്ക് വരാം കേട്ടോ. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുക, ഒരു വെള്ള പേപ്പർ. ആ വെള്ള പേപ്പർ എടുത്തിട്ട് ആ വെള്ള പേപ്പറിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. ഇപ്പോൾ ഒരാൾ ജനിച്ചത് 6/4/1993 എന്നുണ്ടെങ്കിൽ 6/4/1993 ഉദാഹരണത്തിന് ഒരാൾ ജനിച്ചത്, ആ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കഴിഞ്ഞ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു കോഡാണ്. ആ വ്യക്തിയുടെ ഒരു കോഡ് തന്നെയാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത്. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും മാറത്തില്ല. ആ വ്യക്തി ജനിച്ച ആ ദിവസം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അല്ലെ ഈ പ്രപഞ്ചത്തിൽ ആ വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ആ വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു കോഡ് തന്നെയാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അത് പച്ച മഷി കൊണ്ട് എഴുതണം വെള്ള പേപ്പറിൽ. അതിൻ്റെ മണ്ടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആരാന്ന് വെച്ചാൽ അവരുടെ പേരൂടെ എഴുതുക. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി വെറുതെ എഴുതിയിരിക്കുന്നതാണ് രാജീവ് KS, വെറുതെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പേര് എഴുതിയാൽ മതി. നിങ്ങളുടെ പേര് ഇനിഷ്യൽ ഉൾപ്പെടെ എഴുതണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ എഴുതുക. പച്ച മഷി കൊണ്ട് തന്നെ എഴുതണം. പച്ച സ്കെച്ച് പേന മേടിച്ച് എഴുതണം. എന്നിട്ട് ഒരു പച്ചപ്പട്ട് ഇതുപോലെ മേടിക്കണം. ആ പച്ചപ്പട്ടിനകത്ത് അല്പം മതി, ഞാനിത് കുറച്ച് കാണിച്ചതേ ഉള്ളൂ. ചെറുതായിട്ടൊരു ചതുരത്തിൽ മുറിച്ച് നിങ്ങൾക്കിപ്പോൾ ചെറുതായിട്ട് മതി, കുറച്ച് മതി. നിങ്ങൾ അതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇടത്ത് കൈയിൽ, ഇത് എൻ്റെ ഇടത്ത് കൈയാണിത്. ചില വീഡിയോ കാണുമ്പോൾ വലത് കൈയായിട്ട് തോന്നും. അത് വീഡിയോയിൽ അങ്ങനെ തോന്നുന്നതാണ്, ഇടത് കൈ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്നിട്ട് ഇടത് കൈയിൽ പറയുന്നത് പോലെ ചെയ്യുക കേട്ടോ. ഇടത് കൈയിൽ ഈ പണം പിടിക്കണ വേണ്ടി ഇങ്ങനെ ഇത് കണ്ടോ, ചൂണ്ടുവിരലും പെരുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിക്കണം. ഇതിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഈ ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കാൻ ശക്തിയുള്ളതാണ് ചൂണ്ടുവിരൽ. പെരുവിരൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ഛാശക്തിയാണ്. ഇത് രണ്ടുകൂടെ യോജിക്കുമ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, സങ്കല്പിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ വരാൻ ഉപകരിക്കും. അപ്പോൾ നമ്മളിപ്പം സാമ്പത്തികം വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോട്ട് നമ്മൾ ഈ രണ്ട് വിരലും ചേർത്ത് പിടിക്കുന്നത്. അപ്പം
ഇതിങ്ങനെ നോട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കരുത്, മടക്കി പിടിക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ച് ഞാൻ 100 രൂപയാണ് എടുത്തത്, നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ 10 രൂപയുള്ള 10 രൂപ, അല്ലെ 1 രൂപ കോയിനുള്ള 1 രൂപ, അല്ലെ 50 രൂപയുണ്ട് 50 രൂപ, നിങ്ങളുടെ കയ്യിലുള്ള പോലെ ചെയ്യുക. ഇങ്ങനെ പിടിച്ച് ഈ ഒരു മന്ത്രം ജപിക്കണം. ഇങ്ങനെ പിടിച്ചുകൊണ്ട് മന്ത്രം ജപിക്കണം. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിം മേ ദേഹി ദേഹി നമഃ. ഒന്നുകൂടെ പറയാം, അത് പല രീതിയിലുണ്ട് ആ മന്ത്രം. ഇനി ഞാനിപ്പോൾ രണ്ടാമതൊരു രീതി പറയാം, അങ്ങനെ ജപിച്ചാൽ മതി. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിയും മേ ദേഹി ദേഹി ദദാപയ സ്വഹ, അങ്ങനെ ജപിച്ചാൽ മതി. ഈ മന്ത്രത്തിന് തന്നെ പല രീതി ജപിക്കാം. ഈ രണ്ടാമത് പറഞ്ഞ രീതി ജപിച്ചാൽ മതി. അത് ഞാൻ വീഡിയോയുടെ താഴെ ഒന്നുകൂടെ ഞാൻ എഴുതിയിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. അപ്പോൾ ഒന്നുകൂടെ ജപിക്കാം. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിയും മേ ദേഹി ദേഹി ദദാപയ സ്വാഹ. ദദാപയ എന്ന് കേട്ടോ, അതിനെ എഴുതിയിടാം. അങ്ങനെ ഇതൊരു 1 തവണയോ 3 തവണയോ ജപിച്ചിട്ട് നിങ്ങൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയ പച്ച മഷി കൊണ്ട് എഴുതണം, പേരോട് എഴുതിയതിൻ്റെ കൂട്ടത്തിൽ വെക്കുക. വെച്ച് പച്ചപ്പട്ടിനകത്ത് വെച്ച് പൊതിയണം. മനസ്സിലായില്ലേ? അതായത് ഈ പച്ചപ്പട്ടിനകത്ത് വെച്ച്, അല്ലെ പച്ചപ്പട്ട് 2ആയിട്ട് മടക്കി അതിൻ്റെ അകത്ത് വെച്ചാൽ മതി. അകത്ത് വെക്കണം. പച്ചപ്പട്ട് 2ആയിട്ട് മടക്കുക, അതിൻ്റെ അകത്ത് വെക്കുക. പിന്നെ ഇത് ഉടനെ തുറന്ന് നോക്കരുത്. നിങ്ങൾക്ക് പക്ഷേ ഈ മന്ത്രം ദിവസവും ജപിക്കണം. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിയും മേ ദേഹി ദേഹി ദദാപയ സ്വാഹ. ഈ മന്ത്രം ഇങ്ങനെ തന്നെ ജപിക്കുക. ഇത് ദിവസവും രാവിലെ പറ്റുന്ന വരെ ഒരു 108 തവണ ജപിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ജപിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു 18 തവണയെങ്കിലും ജപിക്കണം. 18 തവണയെങ്കിലും കുറഞ്ഞ് ജപിക്കണം. നിത്യേന ചെയ്യുക. ഈ പച്ചപ്പട്ടിനകത്ത് വെച്ചിരിക്കുന്നത് മാസത്തിൽ എപ്പോഴും തുറന്ന് നോക്കരുത്. മാസത്തിലൊന്ന് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പണം ഇതുപോലെ ജപിച്ച് വെക്കാം. വെക്കുന്നത് ഇടത് കൈ കൊണ്ട് ആയിരിക്കണം. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന വലത് കൈ കൊണ്ടായിരിക്കണം. അത് വെറുതെ അങ്ങ് എടുത്താൽ മതി. മനസ്സിലായോ? പണം മാറ്റിയൊക്കെ വെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരേ നോട്ട് തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. ഇനി ഇടയ്ക്ക് നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നെങ്കിൽ അതിൽ നിന്ന് പൈസ എടുക്കുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കഴിവതും തുറന്ന് നോക്കാതിരിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വേണേൽ പണം വയ്ക്കാം. അത് വേണേൽ ആഴ്ചയെ വെക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മാസത്തിൽ വയ്ക്കാം. ഏതായാലും ഇന്ന് വെച്ച് നാളെ തുറന്ന് നോക്കരുത്. ഒരാഴ്ചയെങ്കിലും അത് തുറന്ന് നോക്കാതിരിക്കണം. ഒരു മാസമൊക്കെ ഇരുന്നാൽ നല്ലതാണ്, പക്ഷെ ഒരാഴ്ചയെങ്കിലും ഇരിക്കുക. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഇച്ചിരൂടെ പൈസ അതിനകത്ത് വെക്കണമെങ്കിൽ അതിൻ്റെ കൂടെ വയ്ക്കാം, തെറ്റില്ല. അല്ലെങ്കിൽ ഒരു മാസമാകുമ്പോൾ വീണ്ടും പൈസ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാം. ആ പൈസ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന പഴയ നോട്ട് വേണേൽ എടുക്കാം, പുതിയത് വയ്ക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നോട്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഇപ്പോൾ 100 രൂപയാണെന്ന് വിചാരിച്ചു, ഒരു 10 രൂപ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് എൻ്റെ വരുമാനത്തിന് അംശം എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഇട്ടേക്കണം. അതായത് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന നോട്ടിൻ്റെ ഒരംശം ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് വെള്ളിയാഴ്ച എൻ്റെ വരുമാനത്തിന് അംശം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ മന്ത്രം കൂടെ ജപിച്ച് കാണിക്കൽ സമർപ്പിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രധാന രഹസ്യമാണ് കേട്ടോ. ഇപ്പം നിങ്ങളൊരു 5 രൂപ വെച്ചിരിക്കുന്നത്, അതിൽ 1 രൂപ. ഇനി നിങ്ങൾ 1 രൂപ വെച്ചിരിക്കുന്നെങ്കിൽ ആ 1 രൂപയുടെ കൂടെ 1 രൂപ കൂടെ വെച്ച് കഴിയുമ്പം, അല്ലെങ്കിൽ കുറച്ച് പൈസ നമ്മൾ വീണ്ടും പലപ്പോഴായിട്ട് വെക്കുമല്ലോ, അതിൽ നിന്ന് ഒരു അംശം എടുത്ത് ഈ ഇടയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മന്ത്രം ജപിച്ച് അമ്മയ്ക്ക് സാമ്പത്തികം തരണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച സമർപ്പിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നുകിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ ഒക്കെ വെച്ചാൽ കുറച്ച് നല്ലതാണ്. കാരണം നമ്മൾ ഇച്ചിരി ഒരു നല്ല തുകകൾ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പൈസ വർദ്ധിച്ചു വരും. ഇനി നിങ്ങളുടെ 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ വെക്കുക, അങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടി നല്ലതായിരിക്കും. 50 100 ഒക്കെ വെക്കുക. പിന്നെ നിങ്ങൾ ആ ഡ്രോ പൂട്ടിയേക്കണം. ഇത് അലമാരി വെക്കാം, അല്ലെങ്കിൽ ക്യാഷ് ഡ്രോയിൽ വെക്കാം. അത് താക്കോല് പൂട്ടി നിങ്ങളുടെ ഇരിക്കണം. അതൊക്കെ നിങ്ങൾ അതുപോലെ ചെയ്യുക. ചില 500 രൂപ വെക്കാമെങ്കിൽ 500 രൂപ വെക്കാം. അതിനനുസരിച്ച് പണം വർദ്ധിച്ചു വരും. അതൊരു രഹസ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ചെയ്യാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾ നിങ്ങളുടെ ഇപ്പം പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ ക്യാഷ് ഡ്രോയിലോ അല്ലെങ്കിൽ അലമാരിയിലോ ഒക്കെ വെക്കാം. അത് വെച്ച് പൂട്ടാം. താക്കോല് നമ്മുടെ കയ്യിൽ ഇരിക്കണം. അത് അങ്ങനെ ഇരുന്നോട്ടെ. അതേക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയൊന്നും വേണ്ട, പിന്നെ ചിന്തിക്കുകയേ വേണ്ട. ഇടയ്ക്ക് ഇതുപോലെ ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ തുറന്ന് ഇതുപോലെ മന്ത്രം ജപിച്ചു അതിൻ്റെ കൂടെ വേണേൽ പൈസ വെക്കാം. അതിൽ ഇരിക്കുന്ന പൈസ വേണേൽ എടുക്കാം. എടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് എടുക്കണം, വെക്കുമ്പോൾ ഇങ്ങനെ ഇടത് കൈ പിടിച്ച് ജപിച്ച് ഇടത് കൈ കൊണ്ട് വെക്കണം. അതാണ് അതിൻ്റെ രഹസ്യം. പിന്നെ അതിൻ്റെ ഒരംശം, ആ എടുക്കുന്നതിൻ്റെ ഒരംശം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ, അതിപ്പം ആ എടുക്കുന്ന ദിവസം വേണേൽ സമർപ്പിക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ളിയാഴ്ച എടുക്കുന്ന ദിവസം സമർപ്പിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല എങ്കിൽ വെള്ളിയാഴ്ച ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും വളരെ ഫലമുണ്ടാകും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട.
ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല കാര്യമാണ്. അതായത് നിങ്ങളുടെ കൂടെ മഹാലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി നിങ്ങളുടെ കൂടെ കാണും എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ പണം ഒഴിയത്തില്ല എന്നതിൻ്റെ അർത്ഥം. പക്ഷേ വിശ്വാസത്തോടു കൂടി ചെയ്യണം, നല്ലൊരു കാര്യമാണ്. ഈ പച്ചപ്പാട്ടിൻ്റെ പല വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക. ഇത് നല്ല രീതിയിലുള്ളൊരു കാര്യമാണ്. നല്ല ചെയ്യുന്നൊരു വിശ്വാസത്തോടു കൂടി ചെയ്യണം കേട്ടോ. ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ല ചെയ്തെന്ന് പറയുന്ന കാര്യമല്ല, നമ്മുടെ ഒരു വിശ്വാസം അതിൻ്റെ അകത്ത് ഉണ്ടാകണം. ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ നമ്മൾ പലപ്പോഴും ഇനി ചിലർക്ക് തോന്നുന്നു ഈ ഇടത് കൈ എന്തുകൊണ്ട് പറഞ്ഞത്, നമ്മുടെ ഇടത് ഭാഗത്തെ അവയവങ്ങളെ റൈറ്റ് ബ്രെയിനാണ് സ്വാധീനിക്കുന്നത്. അത് ഇടത് കൈ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ വലത്ത് ബ്രെയിനാണത് അതിനെ സ്വാധീനിക്കുന്നത്. വലത്ത് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭാവന. ഈ ഭാവനയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് ഇടത് കൈ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനിയും ഇപ്പം നമുക്കിപ്പം പലപ്പോഴും ഒരു ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സ്പീഡിയായിരിക്കും, ഭയങ്കര സ്പീഡിലായിരിക്കും. എന്നാൽ ശ്വാസം ഒന്ന് പതുക്കെ എടുത്തിട്ട് ദീർഘമായിട്ട് വിട്ടു നോക്കുക. ഹോൾഡ് ഒന്നും ചെയ്യണ്ട, പിടിച്ചു വെക്കണ്ട. ശ്വാസം പതുക്കെ എടുത്ത് ദീർഘമായിട്ടെടുത്ത് പതുക്കെ നീട്ടി വിടുക പതുക്കെ. അങ്ങനെ ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ എത്ര ദേഷ്യത്തിൽ ഇരിക്കുന്നവരും പെട്ടെന്ന് മനസ്സ് ശാന്തമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ശ്വാസവും മനസ്സും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു പ്രാർത്ഥന ചെയ്യുന്നതിന് മുമ്പും ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ പതുക്കെ ദീർഘശ്വാസം എടുത്ത് പതുക്കെ വിടുക. ശ്വാസം പിടിച്ചു വെക്കുകയൊന്നും വേണ്ട. അതൊരു 3 തവണ അല്ലെങ്കിൽ 5 തവണ അല്ലെങ്കിൽ 10 തവണ ചെയ്യുക. എന്നിട്ടൊരു മന്ത്രം ചൊല്ലിയാലും എന്നിട്ടൊരു പ്രാർത്ഥന ചൊല്ലിയാലും എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലും നിങ്ങൾക്ക് ആ കാര്യത്തിൽ ദൈവികമായ ഒരു അനുഗ്രഹം ഉണ്ടായി വരും. ഒരു രഹസ്യവിദ്യയാണ്, പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ആ കാര്യം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ ദൈവികമായ ഒരു അനുഗ്രഹം ഉണ്ടായി വരും. ഇങ്ങനെ ചില ശാസ്ത്രരഹസ്യങ്ങളുണ്ട്, അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതെല്ലാവർക്കും ഗുണം തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിനകത്ത് മറ്റു ചില രഹസ്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെ നിനക്ക് കഴിവില്ല, അല്ലെ നീ ഒന്നും ചെയ്താൽ ശരിയാകത്തില്ല, അല്ലെ നമ്മളൊക്കെ പാവങ്ങളാണ്, നമുക്ക് പണം ഉണ്ടാകത്തില്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്കൊന്നും പണം ഉണ്ടാകത്തില്ല, അതൊക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് മനസ്സിൽ നിന്ന് പോയാലേ നമുക്ക് ആ സാമ്പത്തികം നമ്മളിലേക്ക് വരത്തുള്ളൂ. ഇത് നമുക്കൊരു ബ്ലോക്കായിട്ട് കിടക്കും. ഈ മനസ്സിൽ ചെറുപ്പത്തിലേ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്, മനസ്സിൻ്റെ അടിത്തട്ടി കിടപ്പുണ്ട്. ഇത് മാറിയാലേ നമുക്ക് ആ പണത്തെ ആകർഷിക്കാൻ, അല്ലെ പണം നമ്മളിലേക്ക് കൂടുതലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇതൊക്കെ പണക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മളൊന്ന് വിചാരിച്ചൊന്നും നടക്കത്തില്ല. ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ശ്വാസം എടുത്തു വിട്ടാൽ അതങ്ങ് മാറും. നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡ് ശുദ്ധമാകും. നമുക്ക് മനസ്സിലെ മാലിന്യങ്ങൾ മാറിക്കിട്ടും. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഈ മാലിന്യങ്ങൾ, മോശമായ ചിന്തകൾ മാറണം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ ഇപ്പം ചിലരുണ്ട്, അവർക്ക് എപ്പോഴും മറ്റുള്ളവരോട് ഒരു ദേഷ്യമായിരിക്കും, വെറുപ്പായിരിക്കും, വൈരാഗ്യമായിരിക്കും. ശരിക്കും ഇതുകൊണ്ട് കുഴപ്പം എന്താണെന്നറിയോ? അവരുടെ മനസ്സ് തന്നെയാണ് മലിനപ്പെടുന്നത്. ഇപ്പം എനിക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സ് തന്നെയാണ് മലിനപ്പെടുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരാളെ കാണുമ്പോൾ വെറുപ്പാണെങ്കിൽ എൻ്റെ മനസ്സാണ് മലിനപ്പെടുന്നത്. എനിക്ക് ഭയങ്കര നിരാശയാണെങ്കിൽ എൻ്റെ മനസ്സാണ് മലിനമാകുന്നത്. എനിക്കൊരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ എൻ്റെ മനസ്സാണ് മലിനമാകുന്നത്. ആ മലിനമായ മനസ്സിലേക്ക് നല്ല ചിന്തകളോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഐശ്വര്യങ്ങളോ ഒക്കെ ആകർഷിക്കാൻ തടസ്സമുണ്ടാകും. അപ്പം ഇങ്ങനെ പതുക്കെ ശ്വാസമെടുത്ത് പതുക്കെ നീട്ടിവിടുക. അതുപോലെ നീട്ടിയെടുക്കുക, എന്ന് വെച്ചാൽ പതുക്കെ ദീർഘശ്വാസം എടുത്ത് പതുക്കെ ദീർഘശ്വാസം വിടുക. ഇതൊരു 10 തവണ അല്ലെങ്കിൽ ഒരു 5 തവണ ചെയ്യുക. ശ്വാസം പിടിച്ചു വെക്കുമെന്ന് മുട എടുത്ത് വിട്ടാൽ മതി. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മനസ്സിലെ അസൂയ, നിരാശ, വെറുപ്പ്, വൈരാഗ്യം, കോപം, മനസ്സിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള മോശമായ ചിന്തകൾ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അല്ലെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള കഴിവില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇങ്ങനെയുള്ള ചില ചിന്ത അതെല്ലാം മനസ്സിൽ നിന്ന് വെളിയിൽ പോകും.
പിന്നെ വരുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈശ്വര്യമായ നല്ല പോസിറ്റീവുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പലർക്കും വഴിപാടുകൾ ചെയ്തിട്ടും പ്രാർത്ഥന ചെയ്തിട്ടും ഫലിക്കാത്തതിൻ്റെ കാര്യം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അവർ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല, അല്ലെ അവർക്ക് ഇതിനുള്ള യോഗ്യതയില്ല, അല്ലെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെ ഞാനൊരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം എത്ര പ്രാർത്ഥിച്ചാലും അത് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല, എവിടെ വഴിപാട് ചെയ്താലും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു 5 ദീർഘശ്വാസം എടുത്തു വിടുക, അല്ലെ 10 ദീർഘശ്വാസം എടുത്തു വിടുക. എന്നിട്ട് ഒരു പ്രാർത്ഥന ഒരു മന്ത്രം ചൊല്ലിയാലും ഫലം കിട്ടും, ഒരു പ്രാർത്ഥന നടത്തിയാലും ഫലം കിട്ടും. അതുപോലെ നിങ്ങൾ ഈ പച്ചപ്പട്ടിനകത്ത് ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പും ഒരു 5 ദീർഘശ്വാസമെങ്കിലും എടുത്തു വിടുക, എന്നിട്ട് ചെയ്യുക. അത് ഫലമാകും, സമ്പത്ത് നിങ്ങളിലേക്ക് വരും കേട്ടോ. കൃത്യം രക്ഷപ്പെടാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ സാധിക്കുമെങ്കിൽ നമുക്ക് പറ്റുന്നവരോടൊക്കെ ക്ഷമിക്കണം. ഈ ക്ഷമിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നത്. കാരണം നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു പ്രശ്നം തന്നെ ഇല്ലാതാകുന്നത്. നമ്മൾ ഒരാളോട് ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു പ്രോബ്ലമാണ് ഇല്ലാതാകുന്നത്, ഒരു പ്രശ്നമാണ് പരിഹരിക്കപ്പെടുന്നത്. നമ്മൾ ക്ഷമിക്കുന്നതുകൊണ്ട് നമുക്കാ ഗുണം. നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് ഇല്ലാതാകുന്നത് നമ്മൾ ക്ഷമിക്കുമ്പോൾ. അതുകൊണ്ട് പരമാവധി നമുക്ക് ക്ഷമിക്കാൻ ആദ്യം ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ക്ഷമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ദിവ്യശക്തി, ഈശ്വര്യമായ അനുഗ്രഹം കൈവരും. ക്ഷമിക്കുന്നവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് സമ്പത്തിനെ ആകർഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ക്ഷമിക്കുമ്പോൾ ഇല്ലാതാകുന്നത്. നമ്മൾ മാറാൻ തുടങ്ങുന്ന അപ്പോഴാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് മാറ്റം ഉണ്ടാകേണ്ടത്, വെളിയിൽ നിന്നല്ല. നമ്മുടെ ആദ്യം മാറ്റം ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്നാണ്. ഉള്ളിൽ നിന്ന് മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റം വെളിയിലും വന്നോളും. ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. ഈ സാധാരണ കുടുംബങ്ങളിൽ ഒക്കെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴ് ഒരു സാധാരണ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന കുടുംബങ്ങളായിരിക്കും. വലിയ കുഴപ്പമൊന്നുമില്ലാതെ അന്നന്ന് ജോലി ചെയ്യുന്നു, അല്ലെ മാസ ശമ്പളമുണ്ട്, വലിയ പ്രശ്നമില്ലാതെ പോകുന്ന കുടുംബങ്ങളായിരിക്കും. പക്ഷേ ഇടയ്ക്ക് ഒരു ഓപ്പറേഷനോ ഒരു ആരോഗ്യ പ്രശ്നമോ വന്നു കഴിയുമ്പോൾ അവരിപ്പോൾ 1 ലക്ഷം രൂപ ആയിക്കോട്ടെ 2 ലക്ഷം രൂപ ആയിക്കോട്ടെ ഒരു ഓപ്പറേഷൻ വന്നു, അവരത് കടം മേടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് കടം കൊടുക്കാൻ പറ്റാതെ വന്ന് ഇത് പലിശയുടെ മണ്ടയ്ക്ക് പലിശയൊക്കെ ആയി വീടും സ്ഥലവും വിൽക്കുക. പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ ഇപ്പോൾ 2 ലക്ഷം കടം എന്നുള്ളത് അത് വലിയൊരു തുകയാണ് കുറേ നാൾ കഴിയുമ്പോൾ. കാരണം കൊടുക്കാൻ ചിലപ്പോൾ നിവൃത്തി കാണത്തില്ല. അങ്ങനെ കൂടി ചിലപ്പോൾ ലാസ്റ്റ് സ്ഥലവും വീടും ഒക്കെ വിറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പല കുടുംബങ്ങളും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. മെഡിക്ലെയിം എടുക്കണം. അത് വർഷത്തിൽ ഒരു തുക നമ്മൾ അടച്ചാൽ മതി. വർഷത്തിലൊരു തുക, ചിലപ്പോൾ 5000 ആയിരിക്കും, 2000 ആയിരിക്കും, 3000 ആയിരിക്കും, അല്ലെങ്കിൽ 10000 ആയിരിക്കും. നിങ്ങൾ എടുക്കുന്ന പോലെ വർഷത്തിലൊരു തുക, ഒരു വർഷത്തേക്കാണ്. അപ്പം ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിൽ ഫാമിലി കവറേജ് മൊത്തത്തിലെടുക്കണം. ഒരു വർഷത്തേക്ക് ഈ ഒരു തുക നിങ്ങൾ അതൊരു ചിലവായിട്ട് കണക്ക് കൂട്ടണ്ട. എല്ലാ വർഷവും മെഡിക്ലെയിം പുതുക്കണം. കാരണം അത് അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതം സേഫായി. കാരണം നമുക്കിപ്പം ഈ ഒരു ഓപ്പറേഷൻ എന്നെങ്കിലും മനുഷ്യനാണല്ലോ, സംഭവിക്കാമല്ലോ. ഒരു 2 ലക്ഷം ആയിക്കോട്ടെ 5 ലക്ഷം ആയിക്കോട്ടെ, മെഡിക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ അതിന് പറ്റിയ ഇത് നിങ്ങൾ തിരഞ്ഞെടുത്തോണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുടെയും പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാതെ ആവശ്യമുള്ളവർ ചെയ്താൽ മതി. നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുക കേട്ടോ. നല്ല ജെനുവിനായിട്ടുള്ള അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ. തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും പോയി ചാടരുത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നല്ല ഏത് മെഡിക്ലെയിം ഏതാണെന്നുള്ള അന്വേഷിച്ചിട്ട് ഒരു വർഷത്തേക്ക് ഒരു തുക അടച്ചാൽ മെഡിക്ലെയിം എടുക്കണം. അപ്പോഴത് നമുക്ക് മെഡിക്ലെയിം എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ആശുപത്രി കേസ് കേട്ട് എന്ത് വന്നാലും അത് പൈസ കിട്ടും. അതെപ്പോഴും അതൊരു ചിലവായിട്ട് കണക്കാക്കണ്ട. ചിലപ്പം നമുക്ക് ആരോഗ്യപരമായ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ എങ്കിൽ എല്ലാ വർഷവും അത് പുതുക്കണം, എല്ലാ വർഷവും പൈസ മുടക്കി പുതുക്കണം. ആ ഒരു കാര്യം തന്നെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഫാമിലി ഫാമിലി കവറേജ് എടുക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അതിനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ കുടുംബങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു ആശുപത്രി പ്രശ്നം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവർ കടം കയറി വീട് വിൽക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ പോലും വഴിയാധാരമാകരുത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി.
എൻ്റെ അനുഭവങ്ങളുടെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്നത് ഞാൻ വിശ്വസിച്ചത് വേറൊരാൾക്ക് ഒരു ഓപ്പറേഷൻ വന്നപ്പോൾ ഇത് ഉപകാരപ്പെട്ടു. അങ്ങനെയാണ് എനിക്കത് കൂടുതൽ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ആലോചിച്ച് നല്ല രീതിയിലുള്ള ആളുകളോട് പോയി വേണം അന്വേഷിക്കാൻ. നിങ്ങൾക്ക് നല്ല രീതിയിൽ അന്വേഷിച്ച് നല്ലതായിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്ലെയിം എടുക്കുക, നല്ല രീതിയിലുള്ള നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തികം അനുസരിച്ച്. രണ്ടാമത്തെ കാര്യം, പല കുടുംബങ്ങളിലും കാണുന്ന ഒരു കാര്യമാണ്. ഒന്നുകിൽ പ്രായമായി മക്കൾ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് പഠിക്കാൻ പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ വിവാഹം കഴിപ്പിക്കാൻ പണത്തിന് വേണ്ടി ഒന്നുകിൽ ചിലപ്പോൾ കടം മേടിക്കും, പലിശയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ പല രീതിയിൽ പണം എടുക്കുന്നു. ലാസ്റ്റ് ഈ പണം തിരിച്ചടയ്ക്കാൻ വയ്യാതെ ലാസ്റ്റ് കടത്തിന് മേൽ കടമായി സ്ഥലവും വീടും വിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചു, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവരുടെ പേരിൽ 1000 രൂപ മാസത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങുക. SIP ചെയ്യാവുള്ളൂ. മ്യൂച്വൽ ഫണ്ടിൽ SIP എന്ന് പറഞ്ഞാൽ മാസം മാസം നമ്മുടെ ഒരു തുക കട്ടാകും. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. 1000 രൂപയുടെയാണ് 1000 രൂപ. 1000 രൂപ എന്ന് വെച്ചാൽ ഒരാൾക്ക് ദിവസം 30 രൂപ ആകുന്നുള്ളൂ. 30 രൂപ ഒരു ദിവസം 30 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒരു 35 രൂപ മാറ്റി വെച്ചാൽ ഒരു മാസം 1000 രൂപ ആകും. അത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു 1000 രൂപയെങ്കിലും അല്ല 2000 നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്താലും സാമാന്യം ജീവിക്കാനുള്ള എന്ത് ജോലി ചെയ്താലും ജീവിക്കാനുള്ള പൈസ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് 1000 2000 നിങ്ങൾ ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു വയസ്സ് മുതൽ അല്ലെ നിങ്ങൾ എത്രാമത്തെ വയസ്സ് കൊണ്ട് എത്രയും നേരത്തെ ചേരാവോ ഒരു SIP മ്യൂച്വൽ ഫണ്ട് ചേരുക. അത് നിങ്ങൾ ആലോചിച്ച് അന്വേഷിച്ച് നല്ല രീതിയിലുള്ളതിൽ പോയി ചേരണം. തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും പോയി ചാടരുത്. അത് അവനവും ശ്രദ്ധിച്ചോണം. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു അന്വേഷിച്ചൊരു SIP ചേരുക. അത് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ തൊട്ട് ഇത് മാർക്കറ്റിൻ്റെ അനുസരിച്ച് ഇത് നല്ല മാറ്റങ്ങൾ വരും. 10 കൊല്ലം 15 കൊല്ലമൊക്കെ ആകുമ്പോൾ സാമാന്യം നല്ലൊരു തുക കിട്ടും. ഒരു 18 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു തുക കിട്ടും. ഒന്നുകിൽ ആൺകുട്ടിയാണെങ്കിൽ അവന് പഠിക്കാൻ ഉപയോഗിക്കാം, പെൺകുട്ടിയാണെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ അവളുടെ വിവാഹത്തിനോ ഏതിനു വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട കാര്യം വരത്തില്ല, കടക്കാരനാകേണ്ട കാര്യം വരത്തില്ല, വീട് സ്ഥലം വയ്ക്കേണ്ട കാര്യം വരത്തില്ല. ആ കാലം കഴിഞ്ഞു. ഇപ്പോഴുള്ള ആളുകൾ ചിന്തിക്കുന്ന മനുഷ്യരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അറിയണം. നമ്മൾ ആലോചിച്ച് അന്വേഷിച്ച് ശരിയായിട്ട് ചെയ്യണം. അത് നല്ലതാണ്. അപ്പം ഒരാളും വീടും സ്ഥലവും ആ കാരണം കൊണ്ട് വിറ്റ് വെളിയിൽ ഇറക്കേണ്ടി വരരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതൊരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് പലരും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എൻ്റെ ഗുണങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ലാതെ ചുമ്മാ കുറേ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടോ കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ടോ ഒന്നും ജീവിതം മാറത്തില്ല. ജീവിതം മാറാൻ എന്ത് ചെയ്യണോ അതറിയണം. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യണം. പിന്നെ നമ്മൾ പരിശ്രമിക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ല കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടുകൊണ്ടൊന്നും ജീവിതം മാറത്തില്ല. നമുക്ക് വേണ്ടത് നമ്മൾ അറിയണം. അത് നമ്മൾ ചെയ്യാൻ എന്ന് തുടങ്ങുന്നോ അന്ന് മാത്രമേ ജീവിതം മാറത്തുള്ളൂ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും നമുക്ക് വേണ്ടി വന്ന് പ്രവർത്തിക്കരുത്. അത് എപ്പോഴും ഓർത്തോണം. അതറിയാവുന്നവരാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടവരെല്ലാം. നമ്മൾ മാത്രമേ പ്രവർത്തിക്കാനുള്ളതെന്ന് എപ്പോഴും ഓർത്തുകൊള്ളുക. അത് മനസ്സിലാക്കിയവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു കൊച്ചു മരം എപ്പോഴും ഈ വലിയ മരത്തേക്കാൾ വളരത്തില്ല. അത് വളർച്ച മുരടിച്ചു പോകും. ഇന്ന് ആ വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന കൊച്ചു മരം പറിച്ചു മാറ്റി നടുകയാണെങ്കിൽ ഈ മറ്റേ വലിയ മരത്തെക്കാട്ടി വലുതാകും. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടി നമ്മളുടെ കഴിവ് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തണം നിങ്ങൾക്ക് വേണ്ടി. അതെങ്ങനെയാണെന്നറിയാമോ? സ്വന്തം നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ ചെയ്യണം. ഇനി അതല്ല, നിങ്ങളൊരു സ്ഥാപനത്തെ നയിക്കുകയാണ്, അതിൽ ഉയരാവുന്ന ഏറ്റവും ഉയർച്ചയിലെത്തണം. അതേ അവിടെ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയിൽ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പ് ആയിക്കോട്ടെ, ഒരു പലചരക്കട ആയിക്കോട്ടെ, ഒരു തയ്യക്കട ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വയം ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ദിവസവും പണം വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരാൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുമ്പോഴാണ് ദിവസവും പണം വരുന്നത്. മറ്റേ മാസത്തിലേ വരത്തുള്ളൂ. ഈ ദിവസം പണം വരുന്നവൻ്റെ എപ്പോഴും പൈസ കാണത്തുള്ളൂ. അവൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ മാസം പണം വരുന്നതിനേക്കാൾ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇനി മാസമാണ് നിങ്ങൾക്ക് ജോലി, അതേ നിങ്ങൾക്ക് പറ്റത്തുള്ളെങ്കിൽ നിങ്ങൾ ആ നിലയിൽ ഏറ്റവും ഉയർന്ന ആ ജോലി തന്നെ ഏറ്റവും ടോപ്പിൽ വരാൻ ശ്രമിക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ.
അതുപോലെ സ്വന്തം നിലയിൽ അങ്ങനെ പറ്റുന്നവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു ബിസിനസ് പോയി ചെയ്യണമെന്നല്ല പറഞ്ഞത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം, നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യം ആത്മാർത്ഥയോടെ എനിക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ ആത്മാർത്ഥയോടെ ചെയ്താൽ ആ ഒരു ഏത് ചെയ്യുന്ന കാര്യത്തിലും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യണം. അതായത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ദൈവം എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒരു പക്ഷിയുടെ വായി കൊണ്ട് വെച്ച് കൊടുക്കുന്നില്ല, അത് കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ നിങ്ങൾ എപ്പോഴും ഈ മനസ്സിൽ ഞാനീ പറഞ്ഞൊരു വാചകം ചിന്തിച്ചോണം. ദൈവം എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നിൻ്റെ വായി കൊണ്ട് വെച്ച് കൊടുക്കാറില്ല, കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി കണ്ടെത്തും. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യുവാണെങ്കിൽ അതിൽ നിങ്ങൾ കസ്റ്റമറെ കണ്ടെത്തും, വരുമാനം കണ്ടെത്തും. കാരണം നിങ്ങൾക്ക് ബുദ്ധിയാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്, അത് പ്രയോജനപ്പെടുത്തണം. അല്ലാതെ ഒന്നും കൈക്കൊണ്ട തരുമെന്ന് വെച്ചിരിക്കരുത്. എല്ലാ പക്ഷികളും ഒന്നും ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ വായിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല ഈശ്വരൻ. അത് ആഹാരം കണ്ടെത്താനുള്ള ബുദ്ധിയാണ്. അപ്പം നിങ്ങൾക്കും അത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യുവാണെങ്കിൽ കസ്റ്റമറെ കണ്ടെത്തണം, വരുമാനത്തിലുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തണം. അങ്ങനെ എന്ന് ചിന്തിക്കുന്ന അന്ന് മുതൽ ജീവിതം മാറും. ഇനി ഒരു ഓഫീസിൽ അല്ലെ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്താൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങളെ കണ്ടെത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. അല്ലാതെ വേറെ എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ ചെയ്താലും ജീവിതം ശരിയായിട്ട് മാറത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറയുന്ന പല കാര്യങ്ങൾ അത് ഞാൻ ജീവിതത്തിൽ പലതും പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഞാൻ എല്ലാ ചുമ്മാ കാര്യങ്ങൾ പറയത്തില്ല. അതുപോലെ എനിക്ക് ചുമ്മാ ഈ പ്രഭാഷണം ചെയ്യുക അങ്ങനെയുള്ള ഞാൻ ആ കറക്റ്റ് കാര്യം അനുഭവമുള്ള കാര്യം ചെയ്തിട്ടുള്ള കാര്യം പ്രാക്ടിക്കലായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. സത്യസന്ധമായിട്ട് പറയുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്നവർ സ്വന്തമായി ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, ആപ്പ ഓടിക്കുന്നവരുണ്ട്, പിന്നെ ഈ ടിപ്പർ പോലത്തെ ഏസർന്ന് അങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്. അതുപോലെ കോഫി ഷോപ്പ് നടത്തുന്നവരുണ്ട്, റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ ഇതുപോലെയുള്ള ചില അറിവുകൾ ഞാൻ കേട്ട് ബിസിനസ് തുടങ്ങിയവരുണ്ട്, ചെറിയ ചെറിയ ബിസിനസ്സുകൾ. അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമുക്ക് പല കാരണങ്ങൾ കാണും പരാജയപ്പെടാൻ. ബിസിനസ്സിലായിക്കോട്ടെ തൊഴിലിലായിക്കോട്ടെ എനിക്ക് പല കാരണങ്ങൾ കാണും പരാജയപ്പെടാൻ. പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ കാരണമുള്ളൂ. മനസ്സിൽ എപ്പോഴും ചിന്തിക്കുക, എനിക്ക് ജീവിക്കണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, എനിക്ക് ജീവിക്കണം എന്നൊരൊറ്റ കാരണമേ ഉള്ളൂ നമുക്ക് വിജയിക്കാൻ. ആ ഒരൊറ്റ കാര്യം അറിയാവുന്ന എനിക്ക് ജീവിക്കണമെന്ന് ചിന്തയുള്ളവൻ വിജയിച്ചിരിക്കും. അവൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാത്തവൻ പറയാം അതുകൊണ്ട് ഇതുകൊണ്ട് ആ കാരണം കൊണ്ട് ഈ കാരണം കൊണ്ട് എനിക്ക് പറ്റിയില്ല, കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ജീവിതം നേടിയിട്ടുള്ളവരൊന്നും ഒരിക്കലും എക്സ്ക്യൂസ് പറഞ്ഞിട്ടില്ല. അവർ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്ത് ഒറ്റ ലക്ഷ്യമുള്ളൂ, എനിക്ക് ജീവിക്കണം. ആ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ കാരണങ്ങളൊന്നുമില്ല, നമ്മൾ ആ കാരണങ്ങളെല്ലാം അതിജീവിക്കും. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ വീഡിയോ കണ്ട ശേഷം തുണിയുടെ ബിസിനസ് അല്ലെങ്കിൽ തയ്യക്കട ഒക്കെ തുടങ്ങിയവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, 50 രൂപ തികച്ചെടുക്കാനില്ലാത്ത ഞങ്ങൾക്ക് ഇന്ന് 5000 രൂപ വരെ ഡെയിലി എടുക്കാൻ കിട്ടുന്നുണ്ട് എന്നോട് വാട്സപ്പിൽ പറയുന്നുണ്ട്. എന്ത് സന്തോഷമാണെന്നറിയാം അത് കേൾക്കുമ്പോൾ. അതിന് ഞാനും ഒരു കാരണക്കാരനാണ്. ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ടാണ്, സാറേ 50 രൂപ ദിവസം എടുക്കാനില്ലാത്ത ഞങ്ങൾക്ക് ഇന്ന് 5000 രൂപ ഡെയിലി എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവരെ കൊണ്ട് പറ്റുന്ന രീതി ചെറിയ ചെറിയ സ്വന്തമായ തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും പണം കയ്യിൽ കൂടെ വരണമെങ്കിൽ ദിവസം കയ്യിൽ പണം വരണം. ദിവസം കയ്യിൽ പണം വരണമെങ്കിൽ സ്വന്തമായിട്ട് ഏതെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അതാണ് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അറിയാൻ മേലാത്ത തൊഴിൽ പോയി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന തൊഴിൽ, നമ്മളെക്കൊണ്ട് പറ്റുന്ന നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ദിവസവും പണം വരുന്നവന് രൂപയ്ക്ക് അന്നത്തെ മൂല്യം, അന്നത്തെ വാല്യൂ കിട്ടും. ഇപ്പം എല്ലാ സാധനത്തിന് വില കൂടിയാലും ഈ ദിവസവും ഒരു കയ്യിൽ പണം വരുന്നവൻ അല്ലെങ്കിൽ സ്വന്തമായി തൊഴിലുള്ളവന് അതിനനുസരിച്ച് അവനും കിട്ടുന്ന സാധനം വയ്ക്കുമ്പോൾ അവനും പൈസ കിട്ടും. അന്നത്തെ പൈസയുടെ മൂല്യം കിട്ടും എന്നുള്ളതാണ്. ആ പൈസയുടെ മൂല്യം അന്നത്തെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവരെ എപ്പോഴും പണവും കാണും. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചന്തയിലൊക്കെ പോയി ചിലപ്പോൾ നാരങ്ങ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി, പക്ഷെ അവന് ദിവസം പൈസ വന്നു പോകുന്നുണ്ട്.
ദിവസം പൈസ വന്നു പോകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ പൈസ കൊണ്ട് റോൾ ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് പറ്റുന്നവർ ചെയ്യുക. അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചെയ്യണമെന്നും ചെയ്യേണ്ടെന്നും പറയത്തില്ല. പക്ഷെ ആവശ്യമുള്ളവർ, ഇങ്ങനെയുള്ള ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി ഇതുപോലെ ഏതൊരു കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഗുണമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട, അതിന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാകും. നമ്മുടെ കയ്യിൽ ഇപ്പം മാസത്തിൽ ശമ്പളം കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ദിവസം വൈകുന്ന പാട് ബിസിനസ് ചെയ്താണെങ്കിലും പൈസ വരും, എന്തും ആയിക്കോട്ടെ. പൈസ വരുമ്പോൾ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് സന്തോഷിക്കണം. എന്നിട്ട് ഈശ്വരൻ നന്ദി പറയണം. പൈസ എന്ത് ചിലവഴിച്ചാലും സന്തോഷത്തോടെ ചിലവഴിക്കണം. ആ ചിലവഴിക്കാൻ എൻ്റെ പൈസ വന്നതിന് ഈശ്വരൻ നന്ദി പറയണം. പണം വർദ്ധിച്ചു വരും. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും ഈ പണം നമ്മൾ ആദ്യം ചിന്തിക്കും, നമ്മുടെ ഈ പണം കിട്ടിക്കഴിയുമ്പം നമ്മൾ എത്ര ചിലവഴിച്ചിട്ട് ബാക്കി സേവ് ചെയ്യാമെന്ന്. അത് തിരിച്ച് ചിന്തിക്കുക. ആദ്യം പൈസ കിട്ടിയാൽ അതിൽ നിന്ന് ഒരു നിശ്ചിത തുക നമ്മൾ സേവിങ്ങിന് മാറ്റി വെക്കുക. എന്ന് വെച്ച് നിങ്ങൾ മാറ്റി വെക്കുക. അതിപ്പോൾ SIPക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തിനായിക്കോട്ടെ, ഒരു തുക നമ്മൾ സേവിങ് ആയിട്ട് മാറ്റി വെക്കുക. നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ബാക്കി പൈസ ചിലവ് ചെയ്യുക. അപ്പം നമ്മൾ വിചാരിക്കും ചിലവ് പിന്നെ നമ്മൾ കണ്ടെത്തിക്കോളും തനിയെ. ഈ ചെറിയൊരു തുക സേവിങ്സ് ആയിട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അത് വലിയ മാറ്റം വരുന്നു. ഈ സേവിങ്സ് ചെയ്യാൻ, പണം ചെറുതായിട്ട് മാറ്റി വെക്കാനുള്ള ശീലം നമ്മൾക്കുണ്ടാകും. ആ ശീലം നമ്മുടെ ഉള്ളിലെ സമ്പത്തെന്നൊരു ചിന്ത ഉണ്ടാക്കും. അങ്ങനെ നമ്മളിൽ വലിയ സാമ്പത്തികം ക്രമേണ ഉണ്ടായി വരും. ചെയ്ത് നോക്കിയോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചെയ്തവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് ഈ ഓഫീസിലായിട്ട് നടന്നു വരുമ്പോൾ എന്നെ ഒരു അമ്മ എന്നെ കണ്ടു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അവരുടെ ഭർത്താവ് വലിയ മദ്യപാനവും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസം സാധാ ഗുരുതി നിവേദ്യം 100 രൂപയുടെ ചെയ്യാൻ പറഞ്ഞു. അവരത് നേർന്നപ്പം തന്നെ, മനസ്സിൽ ചിന്തിച്ചപ്പം തന്നെ അയാളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. അവരിപ്പോൾ ഉടനെ പോയി ചെയ്യും. ഇപ്പോഴ് ഈ ശബരിമല 41 കഴിഞ്ഞ് മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുതി നിവേദ്യമുള്ളൂ. അതുകൊണ്ട് അവരത് മനസ്സുകൊണ്ട് നേരെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അവരത് പോയി ചെയ്യും. അപ്പോൾ അവരുടെ ഒരു സന്തോഷം, അയാളുടെ സ്വഭാവം മാറി, ഭർത്താവ് നല്ല നിലയിൽ നല്ല രീതിയിലായി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ ആ മുഖത്തെ ഒരു പ്രസരിപ്പ്, ആ ഒരു സന്തോഷം കാണുമ്പോൾ അത് ജീവിതമാണ്. അത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ജീവിതം തിരിച്ചു പിടിക്കുകയാണ്. അതാണ് ഈശ്വരീയമായ കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അറിയേണ്ടത്. ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങൾ, ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ. അത് മാത്രമേ പറയാൻ എനിക്കറിയത്തുള്ളൂ. കാരണം എൻ്റെ മനസ്സിലൊന്നുമില്ല. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. മനസ്സിൽ ആ ശിവബോധം മാത്രമേ ഉള്ളൂ. പിന്നെ മഹാഗുരു അഗസ്ത്യരുടെ പാദങ്ങളും, വേറൊന്നും എൻ്റെ മനസ്സിലില്ല. അത് ജീവിതം. ഞാൻ അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി സ്വീകരിക്കാനല്ല, തള്ളിക്കളയാം. അത് നിങ്ങളുടെ സാധനം നിങ്ങൾക്കും ഉണ്ട്. ഞാൻ ആരുടെ സാന്നിധ്യത്തിൽ ഇടപെടുന്ന വ്യക്തിയല്ല. എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങളും പറഞ്ഞു. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.